നമുക്കെല്ലാവർക്കും കാണുമല്ലോ IPL ഒരു ബാക്കപ്പ് ടീം. കാരണം എങ്ങാനും നമ്മുടെ ടീം എങ്ങാനും പ്ലേയേഴ്സിൽ കയറില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീം, അങ്ങനെ പലരും ചൂസ് ചെയ്യുന്ന ടീമുകളിലൊന്നാണ് RCB. അതിൻ്റെ പ്രധാന റീസൺ വിരാട് കോഹ്ലി എന്ന ലെജൻഡാണ്. RCB സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ച് നാളുകളായിട്ട് 2008 തൊട്ട് കളിച്ച് വന്നിട്ട് അവസാനം പേരിന് പറയാൻ ചായക്കപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് നമ്മുടെ RCB. ടൈറ്റിൽ ഡിഫൻസിന് നാളെ SRH ഇറങ്ങാൻ പോവാണ്. ടൈറ്റിൽ ഡിഫൻസ് പറ്റൂ ഇല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നാലും നമുക്ക് പ്രോബബിൾ 11 നോക്കാം. ഈ 11 കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയുമാണ് മിക്കവാറും ഓപ്പണിംഗ് ഇറങ്ങാൻ പോകുന്നത്. ഇതിനകത്ത് ഫിൽ സാൾട്ടിൻ്റെ ഫോം മാത്രമാണ് കുറച്ചെങ്കിലും RCBക്ക് ഒരു ടെൻഷൻ, അല്ലെങ്കിൽ RCB ഫാൻസിന് ടെൻഷൻ. കാരണം വേൾഡ് പറയുന്നതിന് അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. പക്ഷേ ഈ ഫിൽ സാൾട്ട്, അഭിഷേക് ശർമ്മ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ഇവരൊക്കെ ഈ 2020 ഫോർമാറ്റിന് വേണ്ടി മാത്രം ടൈലർ ചെയ്തെടുത്ത ഐറ്റംസ് ആണ്. അതുകൊണ്ട് ഇവർക്ക് ഫോം ഒരു കൺസിഡറേഷൻ അല്ല. വിരാട് കോഹ്ലിയെ പറ്റി നമുക്കധികം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അദ്ദേഹം അവസാനമായിട്ട് ഒരു ODI ഫോർമാറ്റാണ് കളിച്ചത്. പക്ഷേ ആ പേര് തന്നെ മതി, കൂടുതൽ ഡയലോഗിൻ്റെ ആവശ്യമൊന്നുമില്ല, അണ്ണൻ കളിച്ചോളൂ. അടുത്ത വെങ്കടേഷ് അയ്യറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ദേവദത്ത് പടിക്കലിന് പകരമായിരിക്കും വെങ്കടേഷ് അയ്യർ ഇപ്പോൾ കളിക്കുന്നത്. ദേവദത്ത് പടിക്കലും ടീമിലുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു RCB അയ്യറിനെ ചൂസ് ചെയ്യാനായിരിക്കും ചാൻസ്. കാരണം ദേവദത്ത് പടിക്കലിന് മിനിമം ഒരു 10 ബോൾ സ്വന്തമായിട്ട് വേണം ഒരു റണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഗെറ്റ് ഗോ ആവാൻ. ആക്സലറേഷൻ തീരെ ഇല്ലാത്ത പ്ലെയറാണ് ദേവദത്ത് പടിക്കൽ. അതുകൊണ്ട് തന്നെ വെങ്കടേഷ് അയ്യറായിരിക്കും മിക്കവാറും നമ്പർ 3 കളിക്കുന്നത്. അടുത്ത രജത് പട്ടിദാർ, കണ്ടാൽ പറയത്തില്ല, പക്ഷേ അന്ന് നല്ലൊരു കീപ്പറാണ്. എസ്പെഷ്യലി സ്പിൻ ബോളേഴ്സിനെതിരെ, പലരും സ്പിൻ ബോളേഴ്സിനെതിരെ ഫീറ്റ്സ് അല്ലെങ്കിൽ ഫുട് വർക്കൊക്കെ യൂസ് ചെയ്താണ് കളിക്കുന്നെങ്കിലും പട്ടിദാർ അവിടെ നിന്നുകൊണ്ടാണ് സ്പിന്നേഴ്സിനെതിരെ അറ്റാക്ക് ചെയ്യുന്നത്. നല്ല സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ഷോട്ട്സ് കാണാൻ തന്നെ. അടുത്തത് ടിം ഡേവിഡ്. ഇവിടെ മാത്രമാണ് എനിക്ക് കുറച്ചൊരു ഒരു ഡൗട്ട്. കാരണം ജേക്കബ് ബത്തൽ, ഇംഗ്ലണ്ടിൻ്റെ ജേക്കബ് ബത്തൽ ഇത്രയും നല്ല ഫോം നിൽക്കുമ്പോൾ ടിം ഡേവിഡിനെ ചൂസ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയണം. കാരണം ജേക്കബ് ബത്തൽ ബോളും ചെയ്യും അത്യാവശ്യം. ടിം ഡേവിഡ് ഫോമിൻ്റെ അല്ല പ്രശ്നം. എന്നാലും എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റും. ജേക്കബ് ബത്തലിനെ ചൂസ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അറിയത്തില്ല എന്താവും എന്നുള്ളത്. കാരണം ഈ ഒരു പൊസിഷനിൽ ജേക്കബിനെ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം റൊമാരിയോ ഷെപ്പേഡിൻ്റെ പകരം എന്നാണെങ്കിലും ജേക്കബിനെ ഇറക്കാൻ പറ്റത്തില്ല. കാരണം ഷെപ്പേഡൊക്കെ അജാദി ഓൾറൗണ്ടറാണ്. പിന്നെ ജിതേഷ് ശർമ്മ ഉണ്ട്, കീപ്പർ ആൻഡ് ഫിനിഷർ. ക്രൊണൽ പാണ്ഡ്യ, നമ്മുടെ ഹർദിക്കിൻ്റെ ചേട്ടൻ, ഷോ ഓഫിൻ്റെ കാര്യത്തിൽ വലിയ വെച്ചൊന്നും അല്ലെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് ഷോ ഓഫ് നോക്കണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോളറാണ് ക്രൊണൽ. കാരണം ഭയങ്കര ക്ലവർ ബോളറാണ്. ഈ മിച്ചൽ സാന്ത്വനെ പോലെയൊക്കെ അത്യാവശ്യം ബുദ്ധി ഉപയോഗിച്ച് ബോൾ ചെയ്യുന്നൊരു ബോളറാണ്. നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യും. ഭുവനേശ്വർ കുമാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളറാണ്. സുരേഷ് ശർമ്മ ഒരു ലെഗ് സ്പിന്നറാണ്. അത്യാവശ്യം തിരക്കില്ലാത്തൊക്കെ രീതിയിൽ പന്ത് ചെയ്യുന്നതാണ്. അവസാനം ജോഷി കളിക്കുമോ അതോ ന്യൂസിലൻഡിൻ്റെ ഡുഫി തൽക്കാലം കളിക്കുമോ, ജോഷി അവൈലബിൾ അല്ലെങ്കിൽ കണ്ടറിയിരിക്കുന്നത്. പക്ഷേ ഈ ടീം മൊത്തത്തിൽ എടുത്താൽ പേപ്പറിൽ സൂപ്പർ സ്ട്രോങ് ആണ്. പെർഫോമൻസും കൂടെ കാഴ്ചവെച്ചാൽ ഈസി ആയിട്ട് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടീമാണത്.